ഹായ്, വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. സെറ്റപ്പ് ഒക്കെ കണ്ടപ്പോൾ മനസ്സിലാക്കാണല്ലോ, ഞങ്ങൾ ഇന്ന് ഫുഡ് കഴിക്കാൻ പോകും. 6 months കഴിഞ്ഞു. ചോറ് കഴിഞ്ഞിട്ട് നമ്മൾ ഒരു 2 batch ഒരു പ്രാവശ്യം കൊടുത്തുള്ളൂ, ചോറ് കൊടുത്തുള്ളൂ. ഇപ്പോൾ ഞങ്ങൾ റാഗി സ്റ്റാർട്ട് ചെയ്യാൻ പോകുവാണ്. കഴിക്കാം, കഴിയൂട്ടാ. എന്താണ് ഏതാണെന്നൊന്നും ഒരു പിടിയില്ല. ഞാൻ പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ ഞങ്ങൾ കഴിക്കാൻ പോകുവാണ്. പ്രാർത്ഥിച്ചേക്കണേ, അനുഗ്രഹിച്ചേക്കണേ. പ്രേമല ഫിലിമിൽ പറയില്ലേ, ഇനി നടക്കാൻ പോകുന്നത് യുദ്ധം, അതായിരിക്കും. കുട്ടികൾ പൊതുവെ കൊടുത്ത് കഴിക്കാൻ ഫുഡ് കഴിക്കാൻ മടിയുള്ള കൂട്ടത്തിലാണ്. കാരണം 6 months വരെ അവർ ഫീഡിങ് കഴിഞ്ഞിട്ട് പിന്നെ വേറൊരു ഫുഡിലോട്ട് പോകുമ്പോൾ കുട്ടികൾക്ക് പാടായിരിക്കും. അത് പാടുമല്ലോ ഉണ്ടോ? നീ കഴിക്കില്ലേ ഫുഡ്? ഓക്കെ ഓക്കെ പറ ഹായ്, ഞാൻ കഴിക്കുന്നതാണ്. എന്നെ ഇട്ട് ബുദ്ധിമുട്ടിക്കരുന്നൊക്കെ ഞാൻ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുമായിരുന്നു. നാട്ടില് പ്രേമോക്കും മോനും അമ്മമാരായിരുന്നു ആദ്യം കൊടുക്കുന്നത്, പിന്നെയാണ് ഞാൻ കൊടുത്തത്. അപ്പോൾ നമുക്ക് അതിൻ്റെതായ ഒരു ഇതൊക്കെ ഉണ്ടാവുള്ളൂ. പക്ഷെ ഇപ്പൊ ഞാൻ ഒറ്റയ്ക്കാണ്. അമ്മ ഒറ്റയ്ക്കാണേ, അമ്മയെ ബുദ്ധിമുട്ടിക്കല്ലേ. ഞാൻ ഇങ്ങനെ പറയും, ഫുഡ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമുക്ക് രണ്ടും കൂടെ ഫുഡൊക്കെ കഴിക്കണം, അമ്മ തരും, എല്ലാം കഴിക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. കഴിക്കുന്നത് പോലെ ചിരിക്കുന്നൊക്കെ ഉണ്ട്. ഫുഡ് കൊടുക്കുമ്പോൾ അറിയാം. അപ്പോൾ നേരെ നമ്മുടെ വീഡിയോയിലേക്ക് പോവാം. തലേ ദിവസം ഞാൻ വീഡിയോ ഇട്ടിരുന്നു, എല്ലാവരും നന്നായി വിശ്വസിക്കുന്നു. കടത്തിലൊന്ന് പോയി കണ്ടിരിക്കണേ. ഞങ്ങൾ കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചിരുന്നു ഫുഡ് കൊടുക്കാനുള്ളത്. കുറച്ച് പാത്രങ്ങളും ബോട്ടിൽസ് ഒക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ വീഡിയോസ് ആണ്. അപ്പോൾ നേരെ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾ മേടിച്ച റാഗി ഇതാണ്. നമ്മൾ ബോട്ടിൽസ് എല്ലാം നമ്മൾ തിളപ്പിക്കാൻ വെച്ചു. ഇതാട്ടോ നമ്മൾ മേടിച്ച പാത്രങ്ങൾ. ഇത് കഴിഞ്ഞ വീഡിയോയിൽ ആഡ് ചെയ്യാൻ മറന്നുപോയി. പിന്നെ നമ്മൾ പനം കൽക്കണ്ട് കുറച്ച് തിളപ്പിക്കാൻ വെച്ചു. ഇത്ര റാഗി ഞാൻ എടുത്തിരുന്നു, പക്ഷെ അത് കുറച്ച് കൂടിപ്പോയി. അതെല്ലാം കഴിഞ്ഞ് പനം കൽക്കണ്ട് ഞാൻ തിളപ്പിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു, അരിച്ചു വെച്ചു. ബോട്ടിൽസ് എല്ലാം ക്ലീൻ ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ബാക്കി പനം കൽക്കണ്ട് ഞാൻ ഇതുവരെ ഒരു ബോട്ടിൽ വെച്ചു. ഇത് തലേ ദിവസം കുതിർത്ത് വെച്ചത് ഞാൻ മിക്സിയിൽ നന്നായിട്ട് അരച്ചിട്ടുണ്ടായിരുന്നേ. നല്ലപോലെ അരച്ചിട്ട് ഇതുപോലെ ഒന്ന് അരിച്ചെടുത്തു. അത് ഒരു 3-4 പ്രാവശ്യം ഞാൻ അരിച്ചെടുത്തിട്ടുണ്ടായിരുന്നേ. കുറച്ചുകൂടെ വെള്ളം കൊണ്ട് ആഡ് ചെയ്ത്. അപ്പോൾ ഇത്രയും നമുക്ക് ക്വാണ്ടിറ്റി കിട്ടിയിട്ടുണ്ട്. ഇത്രയും വേണ്ട ശരിക്കും, കുട്ടികൾക്ക് കുറച്ച് മതി. പാനിലേക്ക് നന്നായിട്ട് കുക്ക് ചെയ്യണം. ഇത് കുറച്ചുകൂടെ ഞാൻ വെള്ളം ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ കുറുക്ക് റെഡി ആയിട്ടുണ്ട്. കുഞ്ഞിതാ ഉറങ്ങി എണീറ്റിട്ടുണ്ട്. ഇതാണ് നമ്മുടെ കുറുക്ക്. കുറച്ച് കട്ടിയായിപ്പോയി. അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ചിരിയൊക്കെ തരുന്നുണ്ട്. കൊടുത്തു നോക്കാം. നമ്മൾ കുറച്ച് കളയണം, ഞാൻ കളഞ്ഞിട്ടുണ്ട്. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. മധുര പായസം പോലെ എന്നൊക്കെ പറയുന്നു. ഞാൻ കുറച്ച് പനക്കൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നേ. കുപ്പി തരുന്നോ? ഇഷ്ടപ്പെട്ടില്ലേ? എനിക്ക് വേറെ ഒന്നും കഴിക്കാൻ നിർവാഹം ഇല്ല. തൽക്കാലത്തേക്ക് കഴിക്കാം. ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടു. തുപ്പരുത്, ഇത് കഴിക്കണം. ഇത് കഴിച്ചാലുണ്ടല്ലോ ശക്തി വരും. ഇതാണ് കുറച്ചപ്പെടുന്നത്. ഇത്രയൊന്നും കൊടുക്കുന്നില്ല, ഞാൻ പേരിന് ഇന്ന് കൊടുക്കുന്നതേ ഉള്ളൂ. സ്റ്റാർട്ടിങ് ഫസ്റ്റ് ഡേ. കഴിക്കുമോ? എന്നാ കണ്ടിട്ട് വിഷമം. അങ്ങോട്ട് ക്യാമറ നോക്കിയിട്ട് വേണമെങ്കിൽ ഇത് അവിടെ നോക്കും. റാഗി ആക്ച്വലി നല്ല സംഭവമാണ് എല്ലാവർക്കും. എന്തിനാ തുപ്പി കളഞ്ഞ? എന്തിനാ തുപ്പി കളഞ്ഞ? ഇത്ര ഉണ്ടായി കൊടുക്കണ്ട നമുക്ക്. ഞാൻ എടുത്തൊക്കെ ഇച്ചിരി കൂടിപ്പോയി. പക്ഷെ ഞാൻ കുറച്ചൊരു കഴിപ്പിക്കും. ഫേഷ്യൽ എക്സ്പ്രഷൻ ഒക്കെ കണ്ടു. പുറത്തോട്ടല്ല, അകത്തോട്ട്. പെട്ടെന്ന് മിൽക്ക് മാറുമ്പോ അവർക്ക് അറിയാൻ പറ്റില്ല. കുട്ടികൾക്ക് കട്ടിയായിപ്പോയോ? ഇരുന്ന് കട്ടിയാവുന്നത് കേട്ടോ. ക്യാമറ എത്ര വരും അറിയത്തില്ല. എവിടേക്കൊക്കെ ഉള്ളിൽ ശരിക്കും കഴിച്ചോ? കഴിച്ചോ? അതിലൊക്കെ പായസം പോലെ അതിന് ഇഷ്ടപ്പെടില്ലേ? എനിക്കിതേ കഴിക്കാൻ പറ്റുള്ളൂ. പിന്നെ നമുക്ക് വലുതാകുമ്പോൾ ചിന്തക്ക് അതിനകത്ത് ചോറ് കഴിക്കാം കേട്ടോ. ചോറ് ഇതൊക്കെ കഴിക്കും. ഒരുപാട് സാധനം കഴിക്കും. ബിഗ് ആവണ്ടേ, ബിഗ് ബോയ് ആവണ്ടേ? ദേവി ചേച്ചിയെ പോലെ ദേവേട്ടൻ എത്രയൊക്കെ വരണ്ടേ? ആ ചേച്ചിന്റെ എണ്ണൊക്കെ ഇതൊക്കെ തന്നെ കഴിച്ചത്.
അപ്പം ഞാനൊന്ന് കൊടുക്കട്ടെ. എങ്ങനെയെങ്കിലും കുറച്ച് കുടിച്ചിട്ടുണ്ട്. ശർക്കര തന്നെ അത് പോയിരുന്നുണ്ട്. എക്സ്പ്രഷൻ കാണുമ്പോഴാണ് അയ്യോ നാളെ തരും, മറ്റന്നാൾ തരും, അതിനെ പിറ്റേ ദിവസം തരും, എല്ലാ ദിവസവും ഞാൻ. ഇതൊരു ബോട്ടിലുണ്ട്, ബോട്ടിൽ നമുക്ക് കൊടുക്കാം. അപ്പം ഇച്ചിരി ഒന്ന് ലൂസാക്കിയിട്ടുണ്ട്, കുറച്ചുകൂടെ ലൂസാക്കിയിട്ടുണ്ട്. ആദ്യം ജസ്റ്റ് ഇച്ചിരി ഒന്ന് കൊടുത്തു, ഇച്ചിരി കട്ടിയായിരിക്കില്ല. കഴിച്ചോ? വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു. ബോട്ടിൽ ആദ്യമായിട്ടാണ് ഞാൻ കൊടുക്കുന്നത്, കൊടുത്തിട്ടേ ഇല്ല. വെള്ളം വേണ്ടേ? വെള്ളത്തിന് ടേസ്റ്റ് ഇല്ല, ഒന്നിനും ടേസ്റ്റ് ഇല്ല, ഒന്നിനും ടേസ്റ്റ് ഇല്ല. ഒന്ന് കുടിച്ചാൽ മതി. ഇത് എപ്പോഴും നമ്മൾ വെള്ളം കൊടുത്ത് ഇത് എന്താ പറയുക, ഫുഡ് കൊടുക്കുക ശീലമായിരുന്നു. മാക്സിമം ഫുഡ് കൊടുത്തിട്ട് കുറച്ച് വെള്ളം കൊടുക്കുക. അപ്പൊ ഞാനൊന്ന് കൊടുക്കട്ടെ, ഓക്കെ? കൊടുക്കട്ടെ, ഞാൻ കഴിച്ചു തരാം. പറ, ഇത്രയും കഴിക്കത്തില്ല, കുറച്ചേ കൊടുക്കുള്ളൂ. പേടിക്കണ്ട, ഇത്രയും കഴിക്കത്തില്ല. കണ്ണൊക്കെ കഴിക്കുന്നു. ഇങ്ങോട്ട് കൊടുക്കും. എല്ലാവരും കാഴ്ച ഞാനൊന്ന് കഴിച്ചു തരാം. ഓക്കെ, ഞാൻ കൊടുത്തിട്ടാ. ഉച്ചക്കലത്തെ ഫുഡ് നമ്മൾ കുറച്ച് ചോറും കഞ്ഞിവെള്ളമായിട്ട് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. അപ്പൊ കുറുക്ക് ഒന്ന് അത്ര ഫ്ലോപ്പിന് ശേഷം ഞാൻ അടുത്തായിട്ട് അവതരിപ്പിക്കുന്നു കഞ്ഞി. ഇവിടെ ചോറ് അടിച്ചത്, ഇത് ഞാൻ ഇതാ പറഞ്ഞു പോയിട്ടില്ലേ, ഇന്നലെ നമ്മൾ മീൻസാ. അപ്പൊ ഇതിനകത്ത് കൊടുത്ത് നോക്കാം, കുടിക്കോ എന്തോ. കാരണം കുറുക്ക് ഞാനാ കുടിച്ചത്, അത് കുറച്ച് മാത്രമേ കഴിച്ചു. കാരണം ഫസ്റ്റ് ചെറിയ കച്ചൊക്കെ ഉണ്ടായിരുന്നു, ഞാനൊക്കെ മാറ്റി കൊടുത്തു. അപ്പൊ ഇതൊന്ന് കൊടുത്തു നോക്കാം. ചൂടൊന്നും നോക്കാം. സ്പൂണായിട്ട് നമുക്ക് കുഴപ്പമില്ല, ഇങ്ങനെ കൊടുക്കാം. കുറുക്കുന്ന ആളോട്ട് ഇങ്ങനെ കൊടുത്തു കൊടുക്കും. ഇഷ്ടപ്പെട്ടോ? ഉപ്പ് ഇട്ടിട്ടില്ല. നമ്മള് ഡോക്ടർ പറഞ്ഞിട്ടുണ്ടല്ലോ ഷുഗറും സോൾട്ടും ഒന്നും ആഡ് ചെയ്ത് 1 year വരെ. 6 മാസങ്ങൾ കഴിഞ്ഞൊക്കെ ഉള്ളൂ. എങ്ങനെയെങ്കിലും കുറച്ച് ഒന്ന് സോൾട്ട്സ് നമുക്ക് ചെന്നാൽ മതി. ഇത് നമുക്ക് കുറച്ച് വീഴുന്നതല്ലേ ഉള്ളൂ. അത് സൗകര്യമുണ്ടല്ലോ കൊടുക്കാൻ. അതാണത് 1 year കഴിയട്ടെ. 1 year കഴിഞ്ഞിട്ട് നമുക്ക് ഇച്ചിരി സോൾട്ട് കിട്ടുന്നില്ല. നല്ല ലൂസ് ആയതുകൊണ്ട് ലൂസ് ആയതുകൊണ്ട് കുടിക്കാൻ എളുപ്പമുണ്ട്. അപ്പോൾ ഭയങ്കര സക്സസ് ആയി. അത് ഭയങ്കര ഫ്ലോപ്പ്, അത്ര ഫ്ലോപ്പ് ആയിരുന്നു കേട്ടോ. ഇത് ഇഷ്ടപ്പെട്ടു. കഞ്ഞി അല്ലെങ്കിൽ കുട്ടികൾക്ക് വലിയ ഇഷ്ടം. ഉപ്പില്ലാതെ എങ്ങനെ കുടിക്കും? കുഴപ്പമില്ലല്ലേ? അപ്പൊ ഞാനൊന്ന് കൊടുത്തിട്ട് വരാം. നമ്മൾ കുറച്ചേ കൊടുക്കത്തുള്ളേ, ജസ്റ്റ് ഒന്നൊരു പേരിന് കൊടുക്കത്തില്ല. ഉപ്പില്ലാത്തതുകൊണ്ട് ഭയങ്കര പാടാണ് കുടിക്കാൻ. അപ്പോൾ ഇതൊക്കെ കൊടുത്ത് ഇരിക്കട്ടെ. ഞാൻ പിന്നെ രാവിലെ ഞാനൊരു 9:30 മണി കഴിഞ്ഞപ്പോഴും 10 മണി അടുപ്പിച്ചാണ് ഞാൻ കൊടുക്കാൻ കുറച്ച് നേരം കൊടുത്തത്. പിന്നെ ആൾ കുടിച്ചില്ല, ഞാൻ തന്നെ കഴിച്ചു. പിന്നെ എന്താ അത് കഴിഞ്ഞിട്ട് ഞാൻ തന്നെ കഴിച്ചു. പിന്നെ ഫീൽ ചെയ്ത് ആൾ ഉറങ്ങി. പിന്നെ ഉറക്കം എണീറ്റിട്ട് പിന്നെ ഇപ്പോഴാണ് വന്നത്. കുറേ സമയമാണ് എണീറ്റായി. അപ്പോൾ ഞാനിത് ഉണ്ടാക്കിയിട്ട് കൊടുക്കാൻ വെച്ചു. പിന്നെ ഫീൽ ചെയ്തിരുന്നു. പിന്നെ ഞാൻ കൊടുത്തു. കുറച്ച് കുടിച്ചു. കുറച്ച് കഴിഞ്ഞിട്ട് കളിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഫീൽ ചെയ്തിട്ട് ഓർക്കാൻ വെച്ചു. അപ്പോൾ നമ്മുടെ വീഡിയോ ഇതേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ, ടേക്ക് കെയർ, സീ യു. ബൈ വരാം. ഇപ്പം ഇത് ഞാൻ തന്നെ കുടിക്കുള്ളൂ, വേസ്റ്റ് ചെയ്യുള്ളൂ. ഇത് വെക്കാനല്ല പറഞ്ഞത്. ബൈ ഗൈസ്.